ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. നാശനഷ്ടങ്ങളും വ്യാപകമാണ്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ മരം വീണു. നെല്ലിയാമ്പതി വില്ലേജ് ഓഫീസിന് സമീപമാണ് മരം വീണത്. KSEB ജീപ്പിന് മുന്നിലേക്ക് മരം വീഴുകയായിരുന്നു. ഉദ്യോഗസ്ഥർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തൃത്താലിയിൽ റോഡിൽ വെള്ളം കയറി. ആനക്കര നീലിയാട് റോഡിലാണ് വെള്ളം കയറിയത്. റോഡരികിലെ വീടുകളിലേക്കും വെള്ളം കയറി. ഇതേ തുടർന്ന് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് തൃത്താലിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. VK കടവ് അഞ്ചുപുര പൊതുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനോട് ചേർന്ന 3 വീടുകൾക്കും അപകട ഭീഷണിയുണ്ട്. മണ്ണ് നിക്ഷേപിച്ച് അപകട സാധ്യത കുറയ്ക്കാൻ നടപടി തുടങ്ങി. കോങ്ങാട് കനത്ത മഴയിൽ ആൽമരം കടപുഴകി വീണു. തിരുമണ്ടാംകുന്ന് ക്ഷേത്രത്തിലെ പുത്തൻകുളത്തിന് സമീപത്തുള്ള വർഷങ്ങളോളം പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് സംഭവം. സമീപത്ത് നിരവധി വീടുകളുണ്ടെങ്കിലും ആൽമരം കടപുഴകി കുളത്തിലേക്ക് വീണതിനാൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുളത്തിന്റെ അരികുഭിത്തി തകർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ പാലക്കാട് മണ്ണാർക്കാട് വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞു വീണു. പാലക്കയം കുണ്ടുംപൊട്ടി ഇഞ്ചിക്കുന്ന് കോട്ടയിൽ ബാബുവിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഭവം. ആർക്കും പരിക്കില്ല. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി. ബാബുവിനെ സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി. കൊടുവായൂർ എലമന്നത്ത് മരം കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് പൊട്ടി കാറിന് മുകളിൽ വീണു. കണ്ടാത്ത് തറവാട് റിസോർട്ടിന് മുന്നിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. കുഴൽമന്നം സ്പെഷ്യൽ ബ്രാഞ്ച് SI C ശിവദാസും ഭാര്യയും 2 പെൺമക്കളും സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലാണ് മരവും വൈദ്യുതി പോസ്റ്റും പൊട്ടി വീണത്. SIയും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് അട്ടപ്പാടി ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അട്ടപ്പാടി ചുരത്തിൽ കൂറ്റൻ പാറ വീണതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. 6 മണിക്കൂറിന് ശേഷമാണ് കൂറ്റൻ പാറ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചുരംപാത വളവിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 കൂറ്റൻ പാറ വീണത്. UTV ന്യൂസ്, പാലക്കാട്.